ജോൽ പ്ലസിലെ പെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പരിചയപ്പെടുത്തുന്നതാണ് ഈ സെഷൻ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റിപ്പയറിന് ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നത്, അതുപോലെ സ്മിത്തിന് റിപ്പയറിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ സാമ്പിളിന് വേണ്ടി കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്യുന്നതോ അതല്ലെങ്കിൽ നമ്മൾ സാമ്പിളിന് വേണ്ടി കൊണ്ടുവരുന്നതോ ആ ഐറ്റംസും, അതുപോലെ ഹോൾ മാർക്കിങ്ങിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ടാസ്കിൽ പെൻഡിങ്, അതിൽ ഫസ്റ്റ് ഇഷ്യൂ അതുപോലെ റെസിപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് കസ്റ്റമർക്ക് സാമ്പിളിന് അതല്ലെങ്കിൽ സ്മിത്തിന് റിപ്പയറിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് തിരിച്ച് റിസീവ് ചെയ്യുന്ന ഓപ്ഷനാണ് ആദ്യം വരുന്നത്. രണ്ടാമത് വരുന്ന കാര്യം, ആദ്യം നമ്മൾ റെസിപ്റ്റ് ചെയ്ത് കസ്റ്റമറിൽ നിന്ന് റിപ്പയറിന് വേണ്ടി സാധനം റെസിപ്റ്റ് ചെയ്ത് തിരിച്ച് അവർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് രണ്ടാമത് വരുന്ന എൻട്രി വരുന്നത്. നമുക്കത് എൻട്രി എങ്ങനെ ചെയ്യാമെന്നുള്ളത് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ പെൻഡിങ് ഇഷ്യൂ പാർട്ടിൻ്റെ പേര് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു സ്മിത്തിന് ഇഷ്യൂ ചെയ്യുകയാണ്. അതിൽ നമ്മൾ ഹോൾ മാർക്കിങ്ങിന് വേണ്ടി ഇഷ്യൂ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ ഹോൾ മാർക്കിംഗ് സെൻറ്റർ ആരാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ടൈപ്പ് പർപ്പസ് കൊടുക്കുക, ഹോൾ മാർക്ക് എന്നുള്ളത്, കാരിയർ ആരാന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളവിടെ കൊണ്ടുപോകുന്ന ഐറ്റം ബാർകോഡുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ ഐറ്റം ഏതാണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. എത്ര എണ്ണമാണ് കൊണ്ടുപോകുന്നത്, അതിൻ്റെ വെയിറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോൺ വെയിറ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ ചെയ്ത് നമുക്ക് ഈ ഒരു വിൻഡോ പ്രിൻ്റ് ചെയ്യാം. അതിൻ്റെ പ്രിൻ്റ് നമുക്കിങ്ങനെ കിട്ടും. അതിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. ജസ്റ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ മാത്രമാണ് ഇതിൽ വരുന്നത്. ഇനി ഈ ഹോൾ മാർക്കിങ്ങിന് കൊണ്ടുപോയത് അവരെ കയ്യിൽ നിന്ന് ഹോൾ മാർക്ക് ചെയ്ത് തിരിച്ച് വരുന്ന സമയത്ത് ടാസ്കിൽ പെൻഡിങ് എന്നതിൽ തന്നെ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത് പെൻഡിങ് ആയിട്ടുള്ള എൻട്രി ഏതാണോ ആ എൻട്രി അവിടെ കാണിക്കും. അത് നമ്മൾ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാർജ് ഇവിടെ കാണിക്കാം. ടാക്സബിൾ ആയിട്ടുള്ളത് ടാക്സ് ഇല്ലാത്ത ഒരു ബില്ലാണെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ കാണിച്ചിട്ട് അത് പെയ്ഡ് ആണെങ്കിൽ പെയ്ഡ് എന്നുള്ളത് കാണിക്കുകയും ചെയ്യാം. എന്നിട്ട് നേരിട്ട് ഇത് പ്രിൻ്റ് എടുക്കുക അതല്ലെങ്കിൽ സേവ് ചെയ്യുക ചെയ്യാം. ഇതോടുകൂടെ ആ ഒരു പെൻഡിങ് ഉള്ളത് ക്ലിയർ ആയിട്ട് പോയി. എത്ര എണ്ണം പെൻഡിങ് ഉണ്ടോ അത്ര എണ്ണം ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റിപ്പയറിന് വേണ്ടി ഐറ്റം വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് പെൻഡിങ്ങിൽ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ചെയ്യാം. അതിൽ നമ്മൾ കസ്റ്റമറുടെ പേര് എന്താണെന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാം. റിപ്പയർ എന്നുള്ള പർപ്പസ് കൊടുക്കാം. അതുപോലെ നമുക്ക് ഐറ്റം എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഐറ്റം നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്റ്റോക്കിലേക്ക് ഇപ്പോൾ ചെയിനായിട്ട് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിലേക്ക് ഈ ഐറ്റം നമ്മൾ ചെയിൻ്റെ സ്റ്റോക്കിലേക്ക് ഈ ഐറ്റം ആഡ് ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ ആഡ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പയർ ഐറ്റം എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോക്ക് റിപ്പോർട്ടിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇൻവെൻട്രിയിൽ പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് എത്ര എണ്ണ ഉണ്ടെന്നുള്ളത് കൊടുക്കാം. അതിൻ്റെ വെയിറ്റ് എത്ര എന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ജസ്റ്റ് എൻട്രി ചെയ്ത് വന്ന് അത് നമുക്ക് സേവ് ചെയ്യുന്നതാണ്. സേവ് കൊടുക്കാം. ഇനി നമ്മൾ റിപ്പയർ ചെയ്യാനുള്ള ഐറ്റം സ്മിത്തിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ പെൻഡിങ് ഇഷ്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിലേക്ക് സ്മിത്തിലേക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് സ്മിത്തിൻ്റെ പേര് കൊടുക്കാം. റിപ്പയർ എന്നുള്ള ടൈപ്പ് കൊടുത്തു. റിപ്പയർ ഐറ്റം എന്നുള്ള ഐറ്റം സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. നമുക്ക് സ്മിത്തിന് ഇഷ്യൂ ചെയ്തതായിട്ട് വരും. ആ ഐറ്റം നമ്മൾ ഓൾറെഡി സ്റ്റോക്കിലേക്ക് കയറിയത് സ്റ്റോക്കിൽ നിന്ന് ഔട്ടായിട്ടുണ്ടാവും. ഇനി അത് സ്മിത്തിൻ്റെ കയ്യിൽ നിന്ന് റിട്ടേൺ വരുന്ന സമയത്ത് പെൻഡിങ്ങിൽ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പെൻഡിങ്ങിലൂടെ കാണിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്കിലേക്ക് അത് തിരിച്ച് വരും. സ്മിത്തിൻ്റെ കയ്യിൽ നിന്ന് റിട്ടേൺ ആയിട്ട് വന്നത് കാണിക്കും. ഇനി തിരിച്ച് അത് കസ്റ്റമർക്ക് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ താഴെയുള്ള ഇഷ്യൂ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി കസ്റ്റമർക്ക് നമ്മൾ റെസിപ്റ്റ് വെച്ചിട്ടുണ്ട്. ഇന്നത് ഇഷ്യൂ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പെൻഡിങ്ങിൽ കസ്റ്റമർ നിന്ന് ഓൾറെഡി റിസീവ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത്
നമുക്കതിൻ്റെ ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് കാണിക്കാം. അത് റെസീവ്ഡ് ആണെങ്കിൽ റെസീവ്ഡ് കാണിച്ചിട്ട് നമുക്ക് അത് പ്രിൻ്റ് എടുക്കാം, അതല്ലെങ്കിൽ സേവ് ചെയ്യുക ചെയ്യാം. ഇത്രയാണ് നമുക്ക് പെൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ വരുന്നത്.